പുതിയ സ്റ്റാർട്ടപ്പ് ഇലക്ട്രിക് വാഹന കമ്പനിയായ റിസാല ഇലക്ട്രിക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇവോലെറ്റിനൊപ്പം ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പുറത്തിറക്കി. പോളോ, ഡെർബി, പോളോ പോണി എന്നീ 3 ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് കമ്പനി അവതരിപ്പിച്ചത്. പോളോയും പോളോ പോണിയും 2 മോഡലുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പോളോ EZ, പോളോ ക്ലാസിക് എന്നിവയാണ് പോളോ ശ്രേണിയിലെ 2 വകഭേദങ്ങൾ. 34,499 രൂപയാണ് പോളോ EZന്റെ വില. 48 വോൾട്ട് 24 ആംപിയർ അവേഴ്സ് VRLA ബാറ്ററി പായ്ക്കാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. 48 വോൾട്ട് 24 ആംപിയർ അവേഴ്സ് ലിഥിയം അയൺ ബാറ്ററിയാണ് പോളോ ക്ലാസിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 54,499 രൂപയാണ് ഇതിന്റെ വില. 3 ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ എല്ലാ വകഭേദങ്ങളും ഒരേ ശ്രേണിയിലും ഉയർന്ന വേഗതയുമാണ് കൈകാര്യം ചെയ്യുന്നത്. 3 ഇലക്ട്രിക് സ്കൂട്ടറുകളും പരമാവധി ചാർജിൽ 25 കിലോമീറ്റർ മണിക്കൂറും 60 കിലോമീറ്റർ വേഗതയും വാഗ്ദാനം ചെയ്യുന്നു. 3 ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് പുറമെ ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് ക്വാഡ് ബൈക്കും ഇവോലൈറ്റ് പുറത്തിറക്കി. ഇവോലൈറ്റ് വാരിയർ ക്വാഡ് ബൈക്ക് 1.40 ലക്ഷം രൂപയ്ക്ക് ലഭ്യമാകും. 72 വോൾട്ട് 40 ആംപിയർ അവേഴ്സ് ലിഥിയം അയൺ ബാറ്ററിയും 3 കിലോവാട്ട് ഇലക്ട്രിക് എഞ്ചിനുമാണ് ഇതിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഈ കോമ്പിനേഷനിൽ വാരിയർ ക്വാഡ് ബൈക്ക് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയും ഒറ്റ ചാർജിൽ പരമാവധി 50 കിലോമീറ്റർ മൈലേജും നൽകും. മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയുള്ള റിവേഴ്സ് ഗിയറും ഇലക്ട്രിക് ക്വാഡ് ബൈക്കിന്റെ സവിശേഷതയാണ്. മലിനീകരണം തടയുന്നതിനായി സർക്കാർ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെയും ഇലക്ട്രിക് വാഹനങ്ങളെയും ആക്രമണാത്മകമായി പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് വാഹനത്തിന്റെ അവതരണ പരിപാടിയിൽ പങ്കെടുത്ത കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. കൂടാതെ ഇന്ധനാധിഷ്ഠിതത്തിൽ നിന്ന് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം കഴിയുന്നത്ര സുഗമമാക്കുന്നതിന് ആവശ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫീച്ചറുകളുടെ കാര്യത്തിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഉയർന്ന വകഭേദങ്ങൾ IoT പ്രാപ്തമാണ്. ഇതൊരു പ്രത്യേക ഇവോലൈറ്റ് ആപ്ലിക്കേഷനിലൂടെ റൈഡറിന് ധാരാളം വിവരങ്ങൾ നൽകുന്നു. വാഹനത്തിന്റെ ബാറ്ററി നില, GPS, സുരക്ഷാ ട്രാക്കിംഗ് എന്നിവ ഈ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു. സ്കൂട്ടറുകൾക്കുള്ള സർവീസ് എപ്പോൾ നടത്തണമെന്ന് പരിശോധിക്കാനും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. കൂടാതെ സർവീസ് അപ്പോയിന്റ്മെന്റുകൾക്ക് ബുക്ക് ചെയ്യാനും ഇതുവഴി കഴിയും. മണിക്കൂറിനുള്ളിൽ ബാറ്ററികൾ ചാർജ് ചെയ്യാൻ കഴിവുള്ള ഫാസ്റ്റ് ചാർജ് ഉള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിലവിൽ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ കമ്പനി അവതരിപ്പിക്കുന്നത്. ഡൽഹി, NCR, രാജസ്ഥാൻ, പഞ്ചാബ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഹരിയാന എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അടുത്ത 2 മാസത്തിനുള്ളിൽ കമ്പനി ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇന്ത്യയിലുടനീളം അവതരിപ്പിക്കും.